നമസ്കാരം. സ്വർണ്ണപ്പാളി വിവാദം സർക്കാരിന്റെ ചെമ്പ് തെളിയുന്ന വിധത്തിലായോ? വിജയ് മല്യ സമർപ്പിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തൊട്ടപ്പോൾ ചെമ്പായത് എങ്ങനെ? അതിനെ ചൊല്ലി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദത്തിലിരുന്ന CPM-ലെ രണ്ട് മുതിർന്ന നേതാക്കൾ തമ്മിൽ ചെളിവാരി എറിയുന്നത് കാണുമ്പോൾ ആർക്കും തോന്നുന്ന സംശയം. എന്റെ കാലത്ത് ഒരു പാളിയും ആരും കടത്തിക്കൊണ്ടുപോയിട്ടില്ലെന്ന G. സുധാകരന്റെ അസ്ത്രം ചെന്ന് തറയ്ക്കുന്നത് കടകംപള്ളിയുടെയും VN വാസവന്റെയും നെഞ്ചിൽ. ഇതിനിടെ ഗജ ഫ്രോഡെന്ന് ഇതിനോടകം തെളിഞ്ഞ പോറ്റിയുടെ ദുരൂഹ നീക്കങ്ങളും ഒന്നൊന്നായി പുറത്തേക്ക് വരുന്നു. ഇളക്കിയെടുത്ത പാളി പോറ്റി കൈവശം വെച്ചത് 1 മാസം. ഇടയ്ക്ക് ബംഗളൂരുവിലേക്കും കൊണ്ടുപോയി. ശ്രീകോവിലിലെ പ്രധാന വാതിൽ എന്ന് പറഞ്ഞ് അവിടുത്തെ അയ്യപ്പക്ഷേത്രം ഭാരവാഹികളെയും വിശ്വാസികളെയും പറ്റിച്ചു. പാവനമെന്ന് കരുതുന്ന വസ്തു വെച്ച് കള്ളച്ചൂത് നടത്തുന്ന പോറ്റിക്ക് പക്ഷേ മിണ്ടാട്ടമില്ല. മിണ്ടുന്നവരാകട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം വ്യക്തം: സ്വർണം ചെമ്പാക്കിയ വിദ്വാൻമാർ അത് പുറം നാടുകളിൽ പ്രദർശിപ്പിച്ച് സ്വന്തം സ്ട്രോങ് റൂം കോടികൾ കൊണ്ട് നിറച്ച കേമന്മാർ ശബരിമലയുടെ മറവിൽ വാഴുന്നു. ആഗോള അയ്യപ്പ ഭക്തന്മാരെ നോട്ടമിട്ട് നടക്കുന്ന ഈ കള്ളക്കച്ചവടത്തിന് ആരെല്ലാം കൂട്ടുനിൽക്കുന്നു? ഈ വിഷയമാണ് സ്പെഷ്യൽ എഡിഷൻ ചർച്ച ചെയ്യുന്നത്. ആഗോള സ്വർണ്ണക്കടത്ത് സംഗമമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസിൽ നിന്ന് രാജു P. നായർ, വലതു നിരീക്ഷകൻ രാഹുൽ ഈശ്വർ, കോൺഗ്രസ് സഹയാത്രികൻ N. ശ്രീകുമാർ എന്നിവർ തത്സമയം സ്പെഷ്യൽ എഡിഷനിൽ അതിഥികളായി പങ്കുചേർന്നു. അല്പസമയത്തിനകം CPM-ൽ നിന്ന് KS അരുൺകുമാറും ഈ ചർച്ചയുടെ ഭാഗമാകും. ആദ്യം ശ്രീ രാജു P. നായർ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒരാളിൽ ചുറ്റിത്തിരിഞ്ഞു നിന്നിരുന്ന ഈ വിവാദത്തിന്റെ ഓരോരോ അടരുകൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഇതിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം വേണു, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ശബരിമലയിലെ ചട്ടപ്രകാരം, ദേവസ്വം ബോർഡിന്റെ ചട്ടപ്രകാരം ആ സന്നിധാനത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സാധനവും അതിൻ്റെ പ്രിമൈസസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. എപ്പോഴൊക്കെ അവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ ആ പ്രവർത്തനങ്ങൾ മുഴുവൻ സന്നിധാനത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള അവിടുത്തെ ആ സന്നിധാനത്ത് നിന്ന് പുറത്തു പോകാതെ അവർ ആ പ്രവർത്തനം നടത്തി അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ചട്ടം. പുറത്ത് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ. പിന്നെ ഈ 2 ദിവസം കൂടി പോകുന്ന പ്രവർത്തനമാണെങ്കിൽ രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ്. രാവിലെ 9 മണിക്കും വൈകുന്നേരം 6 മണിക്കും കാലിബ്രേറ്റ് ചെയ്ത വെയിങ് മെഷീൻ വെച്ചുകൊണ്ട് ഇതിൻ്റെ കൃത്യമായിട്ട് മില്ലിഗ്രാം ഉൾപ്പെടെയുള്ള കണക്കെടുത്ത് അത് മഹസർ എഴുതിയതിന് ശേഷം മാത്രമേ അവിടെ പ്രവർത്തനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ചട്ടം നിലനിൽക്കുമ്പോൾ ഈ പാളികൾ എങ്ങനെയാണ് പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായത്? അത് പുറത്തു പോയത് തന്നെയാണല്ലോ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇപ്പം ഈ പറയുന്ന പോറ്റി, ഇദ്ദേഹത്തിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇതിനകത്ത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഒരാളാണ് എന്നുള്ളത് തെളിഞ്ഞിരിക്കുകയാണ്. അപ്പം ദേവസ്വം ബോർഡിന് അവിടുത്തെ വസ്തുക്കൾ പുറത്തു കൊണ്ടുപോയി പാളിയും അതുപോലെ തന്നെ ഈ പറയുന്ന പീഠം ഉൾപ്പെടെ പുറത്തു കൊണ്ടുപോയി നാട്ടുകാരെ മുഴുവൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നതിന് വേണ്ടി അയ്യപ്പൻ്റെ വിഗ്രഹവും ഉൾപ്പെടെ അയ്യപ്പൻ്റെ സന്നിധാനം ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ട് ദേവസ്വം ബോർഡ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുക? ദേവസ്വം ബോർഡ് ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടൽ നടത്തേണ്ടതല്ലേ? ദേവസ്വം ബോർഡിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടല്ലോ. ദേവസ്വം ബോർഡ് അവിടെ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നില്ല. ഇത് പുറത്തു കൊണ്ടുപോകുന്നു, തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നു, അവിടെ ഇത് ചെയ്തു. കാരണം നോക്കൂ, അതിൻ്റെ മിനിറ്റ്സിൽ തന്നെ, ഇത് കൊണ്ടുപോകുന്നതിൻ്റെ മിനിറ്റ്സ് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് ചെമ്പ് എന്നാണ്, സ്വർണം എന്നല്ല, ചെമ്പ് എന്നാണ്. അപ്പോൾ ഇത് ആസൂത്രിതമായിട്ട് നടന്ന തട്ടിപ്പാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാൾ മാത്രം ചെയ്തിട്ടുള്ള ഒന്നല്ല, മറിച്ച് ഇത് പുറത്തു കൊണ്ടുപോകുന്നുള്ള മിനിറ്റിൽ അത് ചെമ്പ് എന്ന് എഴുതി വെച്ചത് മുതൽ ഗൂഢാലോചനയുടെ തുടക്കമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ട് ഇതുവരെ ഇതിനകത്ത് ഒരു ക്രിമിനൽ കേസ്, ഒരു FIR ഇട്ട് ഇതിനകത്ത് അന്വേഷണം നടക്കാത്തത്? ജുഡീഷ്യൽ അന്വേഷണം മറ്റ് പല കാര്യങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ വിഷയങ്ങളെ സംബന്ധിച്ചൊക്കെ നിൽക്കട്ടെ, അത് നടക്കട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഇത് കൃത്യമായിട്ടുള്ള ഇദ്ദേഹത്തിനൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണല്ലോ. എന്നിട്ടും എന്തുകൊണ്ട് FIR ഇട്ട് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അറസ്റ്റ് നടത്തി അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുന്നില്ല? അതുകൊണ്ട് ആദ്യത്തെ പ്രതി, 1ാം പ്രതി ഇതിനകത്ത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അത് ആരൊക്കെയാണ്? ഇത് പുറത്തു വന്നപ്പോഴത്തേക്ക് ആ സമയത്തുണ്ടായിരുന്ന ദേവസ്വം പ്രസിഡന്റുമാർ ഇത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് പറയാൻ വേണ്ടി നടത്തുന്ന ശ്രമം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ഒളിക്കാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മാറുകയാണ്.
2019 മുതൽ ഇതിനകത്ത് നടന്നു. ഞാൻ പറഞ്ഞല്ലോ, വിജയമല്യ അതിനകത്ത് ചെയ്യുന്നത് 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്. 40 വർഷത്തെ ഗ്യാരണ്ടി. ആൾക്കാർ ചെയ്യുമ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവകാശവാദമാണ്. ഞാൻ അതിലേക്ക് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രീ രാജു പി നായർ ഇപ്പം അങ്ങ് പറയുകയുണ്ടായി, ദേവസ്വം ബോർഡ് ആണ് ഇതിലെ മുഖ്യ പ്രതിയെന്ന്. ഈ ദേവസ്വം ബോർഡിൽ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരുന്ന 2 പേർ മുതിർന്ന CPM നേതാക്കളാണ്. മാത്രമല്ല ആ ജില്ലയിൽ നിന്ന് തന്നെയുള്ളവരാണ്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് തന്നെ വന്നവരുമാണ്. അനന്തഗോപനായാലും ഈ പറയുന്ന പത്മകുമാർ ആയാലും. അനന്തഗോപൻ സംസാരിക്കുകയാണ് ഇതിൻ്റെ മാനുവൽ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട്. 955 ദേവസ്വം മാനുവലിൽ 11-ാം ചാപ്റ്റർ 38-ാം റൂൾ പറയുന്നത് ഈ ഭരണിപാത്രങ്ങളെ സംബന്ധിച്ചും അതുപോലെ തന്നെ തിരുവാഭരണങ്ങളെ സംബന്ധിച്ചും അറ്റകുറ്റപ്പണികളോ മറ്റു കാര്യങ്ങളോ വേണ്ടി വന്നാൽ അതെല്ലാം ടെമ്പിൾ പ്രമിസസിൽ വെച്ച് തന്നെ നടത്തണമെന്ന് കൃത്യമായ നിർദ്ദേശം അതിൽ പറയുന്നുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്, ഒന്നും പുറത്തു പോകാൻ പാടില്ല. ഇങ്ങനെ അനന്തഗോപൻ പറയുകയാണ്. 98-99 കാലത്ത് വിജയമാല്യ എങ്ങനെയാണ് ഇതിൽ കൃത്യം കണക്കുകൾ സഹിതം ദേവസ്വം ബോർഡിനെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ട് പത്മകുമാർ പറയുന്നൊരു വാചകം കേട്ടോളണം. സ്വർണം പൂശിയ പാളിയാകാം. ഇപ്പം അങ്ങ് ഏറ്റവും സംശയത്തിൽ നിർത്തിയത് പത്മകുമാറിൻ്റെ കാലത്ത് ഈ കൈമാറ്റമാണല്ലോ, ചെമ്പെന്ന് പറഞ്ഞുകൊണ്ട്. സ്വർണം പൂശിയ പാളിയാകാം, പക്ഷേ ഞാനിത് കാണുമ്പോൾ, ഞാൻ ചുമതല ഏറ്റെടുക്കുമ്പോൾ ആ സ്വർണം മുഴുവൻ പോയി നിൽക്കുന്ന ചെമ്പ് പാളിയാണ്. അടിസ്ഥാനമായും ചെമ്പാണല്ലോ. ഇങ്ങനെ പറയുകയാണ് പത്മകുമാർ. ഇവിടെ സംശയനിഴലിൽ അനന്തഗോപൻ തന്നെ നിർത്തുന്നത് ആരെയാണ്? വേണു, അത് തന്നെയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. ഇത് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ഇരിക്കപ്പൊറുതി ഇല്ലാതെ വന്ന് പരസ്പര വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയാണ്. അത് ചെമ്പ് എന്ന ആ മിനിറ്റ്സിൽ എങ്ങനെ എഴുതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, ഗൂഢാലോചന തുടക്കം അവിടെ നിന്നാണ്. അത് ചെമ്പാണ് എന്ന് പറഞ്ഞ് പുറത്തു കൊണ്ടുപോകാൻ അനുവദിക്കുന്നത് മുതലാണ് ഗൂഢാലോചന തുടക്കം. എന്ന് വെച്ചാൽ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്ക് നടത്തിയ ഒന്നല്ല. ദേവസ്വം ബോർഡിന്റെ അന്നത്തെ പ്രസിഡന്റ് ഉൾപ്പെടെ ഇന്നിപ്പോൾ ന്യായീകരണത്തിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനും അത് അറിവുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കുറ്റസമ്മതവും കൂടിയാണ്. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡിന്റെ അധികാരികൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിനെ നേരത്തെ സൂചിപ്പിച്ച ടെമ്പിൾ പ്രൊമൈസസിന്റെ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ചട്ടത്തെ മറികടന്നുകൊണ്ട് ഇത് കടത്തി എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അവിടെയാണ് പ്രശ്നം, കടത്തി എന്നുള്ളത് വാസ്തവം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇത്ര ദിവസമായിട്ട് എന്തുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നില്ല? എന്തുകൊണ്ടൊരു മോഷണ കുറ്റം ഇതിനകത്ത് അറസ്റ്റ് ചേർക്കുന്നില്ല? ഇങ്ങനെ അനന്തഗോപൻ പറയുമ്പോൾ അത് വ്യക്തിപരമായി തന്നിലേക്കാണ് നീളുന്നത് എന്ന ബോധ്യം വന്ന പത്മകുമാറിന്റെ മറുന്യായങ്ങൾ കേൾക്കണം, മറ്റൊളിയമ്പുകൾ കേൾക്കണം. അദ്ദേഹം പറയുകയാണ്, ഈ മാനുവൽ പ്രകാരമാണ് എല്ലാം പരിശോധിക്കുക എങ്കിൽ ഇതിന് മുൻപ് നടന്ന കാര്യങ്ങളും നോക്കണമല്ലോ. ഇപ്പോൾ 18-ാം പടിക്ക് മീതെ ആയി പണിഞ്ഞ ആ സ്ലൈഡിങ് അത് മാനുവൽ പ്രകാരമാണോ എന്ന മറുചോദ്യം. അതാരാണ് പണിഞ്ഞതെന്ന് നോക്കൂ. അപ്പോൾ ഒരു പ്രീസിഡൻസ് ഉണ്ട് ഇതിനൊക്കെ എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അനന്തഗോപൻ പിന്നീട് ഒരു മാധ്യമത്തിനോട് മറുപടി പറയുകയാണ്, അത് കോടതിയുടെ അനുമതിയോടെ ആയിരുന്നു എന്ന്. മാത്രമല്ല, പടിപൂജ നടക്കുന്നൊരു സ്ഥലമാണ്. മഴക്കാലത്ത് പടിപൂജ നടക്കുമ്പോൾ അത് വലിയ പ്രയാസമാണ്. ടാർപോളിൻ വെച്ചിട്ടാണ് അത് ചെയ്തുകൊണ്ടിരുന്നത്. ശബരിമല പോലെ ഒരു പ്രധാനപ്പെട്ട ആരാധനാലയത്തിൽ അങ്ങനെ ഒരു കാര്യം നിർവഹിക്കുന്നത് മോശമാണ്. അതുകൊണ്ട് കോടതിയുടെ അനുമതിയോടുകൂടി ഫോൾഡിംഗ് ആയിട്ടുള്ള റൂഫിൻ്റെ പണി തുടങ്ങുന്നു. എൻ്റെ കാലത്ത്, എനിക്ക് ശേഷം വരുന്ന കാലത്താണ് അതിൻ്റെ പണി പൂർത്തിയാകുന്നത്. ഇത് മാത്രമല്ല, പത്മകുമാറിൻ്റെ ഒളിയമ്പായിട്ട് വരുന്നത്, ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് വിദേശയാത്ര നടത്തിയിട്ടില്ല, ഞാൻ വിദേശയാത്ര നടത്തിയിട്ടില്ല. വേറെ ആരെങ്കിലും വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ? അതൊക്കെ മാനുവൽ പ്രകാരമുള്ളതാണോ? അനന്തഗോപൻ്റെ മറുപടി വരികയാണ്, അങ്ങനെ ഞാൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ അത് ഒരു സംഘടന എന്നെ വിളിച്ചതുകൊണ്ടാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു നയാ പൈസ പോലും എടുത്തിട്ടില്ല. ആ സംഘടനയുടെ ഇൻഫർമേഷൻ സെൻറ്റർ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത് എന്ന്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു പൈസയും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഗജ ഫ്രോഡും എടുത്തിട്ടില്ല. ഇത് വെച്ചുകൊണ്ടുള്ള വിൽപ്പനയാണല്ലോ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അനന്തഗോപനും കളങ്കിതനല്ലേ ഒരർത്ഥത്തിൽ. കാരണം ഏത് സംഘടനയുടെ ഏത് ഇൻഫർമേഷൻ സെൻറ്റർ എവിടെ തുടങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഇയാൾക്ക് ഈ വിദേശത്ത് നിന്ന് പോകേണ്ടി വരുന്നത്? ആരുടെ കെയർ ഓഫിലാണ് പോയത് എന്നാണ് പത്മകുമാർ ചോദിക്കുന്നത്. അപ്പോൾ CPMന്റെ കൂടാരത്തിൽ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് പരസ്പരം പരസ്യമായിട്ടുള്ള ചെളിവാരിയെറിയൽ നടക്കുകയാണോ? അല്ല, അത് തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് ശബരിമലയെ ഉപയോഗിച്ചുകൊണ്ട് സാമ്പത്തിക തട്ടിപ്പുകൾ CPMന്റെ അറിവോടെ നടന്നു എന്നുള്ളതാണ് പുറത്തു വരുന്നത്. ഇപ്പോ ഈ മടിയിൽ കനമുള്ള ദേവസ്വം മുൻ പ്രസിഡന്റുമാർ ഉള്ളത് കൊണ്ടാണോ ഈ എഫ്ഐആർ ഇടാൻ പറ്റാത്തത്?
വേണു വളരെ വ്യക്തമല്ലേ, ഇതിനകത്ത് നടന്ന തട്ടിപ്പുകൾ CPM സംസ്ഥാന നേതൃത്വത്തിൽ ഉൾപ്പെടെ ബോധ്യമുണ്ട്, അറിവോടെയാണ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ബോധ്യമുണ്ട്. പക്ഷെ അങ്ങനെ ബോധ്യമുള്ള CPM നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഈ വിഷയം ഇത്രമാത്രം ഗുരുതരമായിട്ടുള്ള വിഷയം വന്നിട്ട് അതിനകത്ത് മോഷണ കേസ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത് അതിനകത്ത് കുറ്റക്കാരാരാണെന്ന് കണ്ടുപിടിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഇനി സംസ്ഥാന നേതൃത്വത്തിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവോടുകൂടി ശബരിമലയിൽ നടത്തിയ മോഷണമാണ് ഇതെന്ന് പറയേണ്ടി വരും, ഇല്ലേ? അതിനെല്ലാം മറച്ചു വെക്കാൻ വേണ്ടിയാണല്ലോ ഈ ശബരിമല സംഗമമൊക്കെ നടത്തിയത്. എന്നിട്ട് അത് ഗൂഢാലോചന ഞങ്ങളുടെ പേരില്ല. സെപ്റ്റംബർ 9 ഇത് കടത്തിക്കൊണ്ടുപോകാനുള്ള തീരുമാനം ദേവസ്വം ബോർഡിന് ഉത്തരവ് കൊടുത്തു. സെപ്റ്റംബർ 9, സെപ്റ്റംബർ 20 ഇത് നടക്കുന്നത്. എന്നിട്ട് ഇതിന് ഞങ്ങളെ ഗൂഢാലോചന പറയുകയാണ്. ഇത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയോടുകൂടി മറ്റെല്ലാ സ്ഥലത്തെയും കട്ട് മുടിച്ചു കഴിഞ്ഞ് ശബരിമല അയ്യപ്പനെയും കൂടി കട്ടേക്കാം എന്നുള്ള നിലയിലേക്ക് CPM എത്തിയിരിക്കുകയാണ്. അതല്ലെങ്കിൽ CPM ഒളിക്കാൻ ഒന്നുമില്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ഒന്നാണ് ശബരിമലയുടെ പരിഭാവനതയെ സംബന്ധിച്ച് ഉയരുന്ന ചോദ്യമാണ് എന്നുള്ള ബോധ്യം CPM ഉണ്ടെങ്കിൽ ഇതിനകം ക്രിമിനൽ കേസിട്ട് FIR ഇട്ട് അന്വേഷണം തുടങ്ങുമായിരുന്നു. അത് തുടങ്ങാത്തതിന്റെ കാര്യം ഈ ദേവസ്വം പ്രസിഡന്റുമാരെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് CPM ഏറ്റവും ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടി ശബരിമലയിൽ നടക്കുന്ന തട്ടിപ്പുകളാണ് പുറത്തു വരുന്നത്. നമ്മൾ പണ്ട് അദ്വൈതം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിരുന്നല്ലോ. ആ സിനിമയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളാണോ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ശരി, ആ രീതിയിലേക്ക് അന്നത്തെ മോഹൻലാലിന്റെ ഒരു കഥാപാത്രം ഉപയോഗിച്ചുകൊണ്ട് ആ നടക്കുന്ന ദേവസ്വത്തിനകത്ത് നടത്തുന്ന മോഷണങ്ങൾ, കിണ്ടിയും ഉൾപ്പെടെ നടത്തുന്ന മോഷണങ്ങളുടെ ആ സ്വഭാവത്തോടു കൂടി ഇന്ന് CPM നേതൃത്വം ശബരിമലയിൽ മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ഈ പത്മകുമാർ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ കൈപ്പടയിൽ എഴുതിയിരിക്കുന്ന ഒരു കടലാസ് ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലുണ്ടാകും, അത് തിരഞ്ഞാൽ കാണാമെന്ന്. ഈ വിവാദമായി ഇപ്പോൾ മാറിയിരിക്കുന്ന ഈ സ്വർണ്ണപ്പാളി അടർത്തിക്കൊണ്ടുപോകാനെടുത്ത തീരുമാനത്തിൽ അദ്ദേഹം ഒറ്റയ്ക്കെടുത്തതല്ല എന്ന അദ്ദേഹത്തിൻ്റെ തെളിവാണ് അദ്ദേഹം അസാക്ഷ്യപ്പെടുത്തുന്നത്. അതിൽ പറയുന്നുണ്ട് സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം കമ്മീഷണർ, അതുപോലെ തന്നെ സൂപ്രണ്ട്, സെക്യൂരിറ്റി ഓഫീസർ, ഇവരുടെ വിജിലൻസ് ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വേണം ഇത് വീഡിയോഗ്രാഫി ചെയ്ത് ഉൾപ്പെടെയാണ് ഇത് കൈമാറുന്നത്. അതെല്ലാം കൃത്യമായി നിർവഹിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന മാനുവൽ പ്രകാരം ഇത് പുറത്തേക്ക് കൊണ്ടുപോയി കൂടാ. വിജയമല്യ ഉൾപ്പെടെ ഇതൊക്കെ ഇത്ര ശക്തമാകാതിരുന്ന 98, 99 കാലത്ത് തന്നെ അവിടെ പരമ്പരാഗതമായ രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിച്ചിട്ടുള്ളത്. പക്ഷെ പത്മകുമാർ പറയുകയാണ് ഇപ്പോൾ സാങ്കേതിക വിദ്യയൊക്കെ മാറിയില്ലേ എന്ന്. സാങ്കേതിക വിദ്യ മാറിയിട്ടുണ്ട് എങ്കിൽ ഈ മാനുവൽ അതിന് തടസ്സമാകുന്നുവെങ്കിൽ അത് പരിഷ്കരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഈ സാങ്കേതിക വിദ്യ വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന മാനുവൽ അടക്കമുള്ളതിനെ കാറ്റിൽ പറത്തി സ്വന്തം ഇച്ഛപ്രകാരം ഓരോരുത്തർക്കും അവിടെ നിന്ന് എന്തും എടുത്തു കൊണ്ടുപോകാനുള്ള അവസ്ഥ ഉണ്ടാക്കുകയല്ല. എൻ്റെ രാഹുലിനോടുള്ള ചോദ്യം ഇതാണ്. ഇങ്ങനെ കൂട്ടുകക്ഷികളെ ഉണ്ടാക്കുന്ന ഈ പത്മകുമാറിൻ്റെ വിദ്യയുണ്ടല്ലോ, ആ വിദ്യയിൽ തന്ത്രിയുടെ പേരുമുണ്ട്. തന്ത്രി അനുവദിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ അങ്ങനെ നിഷ്കർഷയോടെ പോകേണ്ടതില്ല. കോടതിയെയും ദേവസ്വം ബോർഡിനെയും ഈ കമ്മീഷണർ, ഈ ദേവസ്വം ബെഞ്ചിനെയും സ്പെഷ്യൽ കമ്മീഷണറെയും തിരുവാഭരണ കമ്മീഷണറെയും ഒന്നും അറിയിക്കാതെ ഇതങ്ങ് ചെയ്യാൻ കഴിയും തന്ത്രിയുടെ അനുമതി ഉണ്ടെങ്കിൽ എന്ന ഒരു ഇല്ലാ ന്യായമാണ്, ഒരു ഇല്ലാത്ത നിയമമാണ്, ഒരു അലിഖിത നിയമമാണ് സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ പത്മകുമാറെടുത്ത് പയറ്റുന്നത്. ഈ പറയുന്ന തന്ത്രി ഉൾപ്പെടെ ചാരിയുള്ള ഈ ന്യായീകരണം എങ്ങനെ നിലനിൽക്കും? ആരുടെയും പേരെടുത്ത് പറയാതെ അതിന്റെ വസ്തുതകൾ പറയാം. തന്ത്രിയുടെ അവകാശങ്ങളും തന്ത്രിയാണ് ആചാരപരമായ കാര്യങ്ങളിൽ അവസാന വാക്കെന്നുള്ള നിലപാടിന് വേണ്ടി വാദിച്ചിട്ടുള്ള കേരള ദേശീയ മാധ്യമങ്ങളിലും ഹൈക്കോടതിയിലും ഒക്കെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ തന്ത്രിയുടെ കീഴ് വരുന്നതല്ല. അതായത് അവിടുത്തെ പൂജ, ആചാരാനുഷ്ഠാനങ്ങൾ, റിച്വൽ, ഇത്തരം കാര്യങ്ങൾക്കാണ് തന്ത്രിക്ക് പരമാധികാരം. ഏതൊരു അമ്പലത്തിലെയും പരമാധികാരം തന്ത്രിക്കാണ്. ദേവന്റെ പിതൃസ്ഥാനീയനാണ്. എന്നാൽ അവിടത്തെ ഒരു വിളക്ക് ചീത്തയായിരിക്കട്ടെ, ആ വിളക്ക് എങ്ങനെ പൂജിക്കണമെന്നേ തന്ത്രിക്ക് അധികാരമുള്ളൂ. ആ വിളക്ക് മാറ്റുക, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, ഇത് തന്ത്രിയുടെ അനുമതിയോടുകൂടി ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്കായി ചെയ്യുന്നതാണ്. ഇതാണ് ഇതിന്റെ സത്യം. രാഹുൽ, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. രാഹുൽ, അങ്ങനെയെങ്കിൽ ഈ ഉത്തരവ് തന്ത്രി കണ്ടിട്ടില്ലേ? തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ ശബരിമല, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ നിലവിൽ ശ്രീകോവിലിന്റെ കതകിന് ഇരുവശത്തുമുള്ള ദ്വാരപാലകന്മാരെ പൊതിഞ്ഞിട്ടുള്ള ചെമ്പുപാളികളെ കൂടാതെ തെക്ക് വടക്ക് മൂലകളിൽ പൊതിഞ്ഞിട്ടുള്ള ചെമ്പ് തകിടുകളും
ഇളക്കി മഹസർ പ്രകാരം തൂക്കം, അളവ് എന്നിവ ബോധ്യപ്പെട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശുന്നതിനായി കൈമാറുന്നതിനും തിരുവാഭരണം കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ സ്വർണം പൂശുന്നതിനും ആയതിനു ശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശബരിമല, ശബരിമല തന്ത്രി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശബരിമല, അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബരിമല എന്നിവരുടെ സാന്നിധ്യത്തിൽ ശാസ്ത്രവിധി പ്രകാരം തിരികെ ഫിറ്റ് ചെയ്യുന്നതിനും അനുവദിച്ച് ബോർഡ് ഉത്തരവാകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് വേണ്ടി സെക്രട്ടറി ഒപ്പ്. ഇതിൽ തന്ത്രി അറിഞ്ഞിട്ടുണ്ട് എന്നത് വരുന്നു, തന്ത്രിയുടെ സാന്നിധ്യം വരുന്നു. തന്ത്രി ഇത് ഫിറ്റ് ചെയ്യുന്നതിലടക്കം ശാസ്ത്രീയമായി പുലർത്തേണ്ടത് എന്തൊക്കെ ആചാരങ്ങളാണോ അത് നിർവഹിക്കേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിൽ തന്ത്രി ഒരു പാർട്ടിയാണ് രാഹുൽ. ഇവരെല്ലാരും ഇത്തരം കാര്യങ്ങളെ അറിയിച്ചു കാണും. പക്ഷെ അവർ ഒന്നും അറിയാത്തൊരു കാര്യം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യം കാണും. കാര്യം അത് ചെമ്പ് മാത്രമല്ല, ചെമ്പിൽ സ്വർണം ക്ലാഡിംഗ് ഉള്ളതാണ് എന്ന കാര്യത്തിൽ ആർക്ക് സംശയം വേണ്ട. കാര്യം ഇന്ന് പഴയ മാധ്യമങ്ങളും അവരുടെ വാർത്തകളും എല്ലാം കൃത്യമായി വരുന്നുണ്ട്. ഇല്ലെങ്കിൽ 1999 ദേവസ്വം കിട്ടാതെ പോകുന്ന ദേവസ്വം രജിസ്റ്ററിനുള്ളിൽ ഇത് ചെമ്പാണെന്ന് എഴുതിയിരിക്കണം. ഇതുവരെ കിട്ടിയിട്ടില്ല രജിസ്റ്റർ എന്നാണ് ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. 1999 നമ്മുടെ റൂഫ്, ബാക്കിയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം വളരെ വ്യക്തമായിട്ട് ദ്വാരപാലകന്മാരെയും സ്വർണം ക്ലാരി ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ പോകുമ്പോൾ, നമ്മളെല്ലാം പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നിങ്ങളുടെ എല്ലാം പഴയ വീഡിയോയും ഫുട്ടേജും ഉണ്ടല്ലോ, അത് സ്വർണ്ണമല്ലേ, അതെങ്ങനെ ചെമ്പായി? അപ്പോ ഇനി ഒരു കാര്യം കൂടെ, പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നത് അത് സ്വർണ്ണമാണോ ചെമ്പാണോ എന്നൊരു ഡിബേറ്റ് ആണ്. അങ്ങനെയല്ല, ചെമ്പ് പാളികൾക്ക് മേളിൽ സ്വർണം ക്ലാഡിംഗ് ഉണ്ടാകുകയാണ്. ചെമ്പ് പാളികളുണ്ട്, അതിന്റെ മേളിൽ സ്വർണം ക്ലാഡിംഗ് ഉണ്ടാകുകയാണ്. അതുകൊണ്ടാണ് അതിന് ആ സ്വർണ്ണ നിറം ഉണ്ടാകുന്നത്. അത് സ്വർണം തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അവിടെ സ്വർണം ക്ലാഡിംഗ് നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഈ ചർച്ച പോകുന്ന വഴി കൂടെ പറയാം. ഞാനും ശ്രീ വേണുവും 2 ദിവസം മുമ്പ് സംസാരിച്ചപ്പോൾ വരെ ഇതൊരു പിഴവ്, പ്രൊസീജിയറൽ എറർ, ടെക്നിക്കൽ എറർ പോലുള്ള കാര്യങ്ങളുടെ പരിധിയിൽ നിൽക്കുകയായിരുന്നു. ഇന്ന് അതൊരു ക്രിമിനൽ കോൺസ്പിറസി ആണോ എന്ന സംശയത്തിലേക്ക് മാറിയിരിക്കുന്നു. കാരണം ഇന്ന് ചില മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുപോയ ഈ നമ്മുടെ ദ്വാരപാലകരുടെ പാളികളല്ല തിരിച്ചു കൊണ്ടുവന്നത്. വിനീത് ജെയിൻ എന്ന് പറയുന്ന ബാംഗ്ലൂരിലുള്ള ഒരു വ്യവസായി, വിനീത് ജെയിൻ എന്നാണ്, അല്ലെങ്കിൽ സബ്ജക്ട് കറക്ഷൻ, അവിടുത്തെ ബാംഗ്ലൂരിലെ ഒരു അമ്പലത്തിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയെന്നും സബ്ജക്ട് ഈ വിനീത് ജെയിൻ എന്നാണ് ഞാൻ ചില മാധ്യമങ്ങളിൽ വായിച്ചത്. ജെയിൻ എന്നുള്ള പേര് അവിടെ ഉണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പൊ അദ്ദേഹം ഹൈദരാബാദിൽ നിർമ്മിച്ച് ചെന്നൈയിൽ വെച്ച് അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്തതെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതായത് ഒറിജിനൽ ആയിട്ടുള്ള ഇവിടുത്തെ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എവിടെ? ഇത് മാറ്റാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആര് അധികാരം കൊടുത്തു? ശബരിമലയുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അയ്യപ്പന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? അതിന്റെ മേളിലുണ്ടായിരുന്ന സ്വർണ്ണം എവിടെ? ഇത് വളരെ പ്രസക്തമായ ചോദ്യമല്ലേ? അതായത് കൊണ്ടുപോയപ്പോൾ 42.8, 25.4 + 17.4, 42.8 തിരിച്ചു വന്നപ്പോൾ അത് 38.25 ഇയാള് അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ 400 ഗ്രാമോളം കൂട്ടി 38.65 ബേസിക്കലി 4.541 കിലോഗ്രാം സ്വർണ്ണ ക്ലാഡിംഗ് കുറഞ്ഞോ എന്നുള്ളതാണ് ഹൈക്കോടതി റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അതൊരു ക്രിമിനൽ കോൺസ്പിറസി ആംഗിളിലേക്ക് പോവുകയാണ്. നമ്മൾ ഈ രീതി പോവുകയാണെങ്കിൽ ഇത് ഇങ്ങനെ ആവാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥന. ഒരു വരിയിൽ അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ് കോഴ്സ് ഓഫ് ന്യൂസ് പോകുന്നതെങ്കിൽ നമ്മൾ 1-2 ആഴ്ചക്കുള്ളിൽ 1-2 പേരുടെ അറസ്റ്റിലേക്കാണ് നീളുന്നത്. കാര്യം അല്ലാതെ വേറെ വഴിയില്ല. അതൊരു ക്രിമിനൽ ആക്ഷൻ എടുക്കേണ്ട കാര്യമാണ്. ആ അറസ്റ്റ് എന്ന് പറയുമ്പോൾ രാഹുലിന് സൂചനകൾ തരാമോ? ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഗജ ഫ്രോഡിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, അതല്ലാതെ? ഇല്ല, ഞാൻ ആരുടെയും പേര് പറയുന്നത് ശരിയല്ല. കാര്യം അവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും വ്യക്തിപരമായും പറ്റും പരിചയമുണ്ട്. അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റുമാരായിരുന്നവരാണോ, അല്ലെങ്കിൽ അത്തരം പദവികൾ? ആരുടെയും പേര് പറയുന്നില്ല. പക്ഷെ ഒരു ഇവരോടെല്ലാം വ്യക്തിബന്ധം ഉള്ളതുകൊണ്ട് അല്ല, എല്ലാവരോടും നല്ല ആത്മബന്ധം ഉള്ളതുകൊണ്ട് പറയണം ഒരു കാര്യം. ഇത് ഭക്തരുടെ മനസ്സിൽ എന്തുമാത്രം വേദനയാണ് ഉണ്ടാക്കുന്നതെന്ന് ആലോചിക്കണം. അതായത് വിശ്വാസപൂർവ്വം തമിഴന്മാരും തെലുങ്കന്മാരും കന്നഡക്കാരും കൊണ്ടിടുന്ന കാര്യങ്ങൾ ഏതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വകാര്യ താല്പര്യവും 39 ദിവസവും അയാളുടെ കൈ ഇരിക്കുകയും പിന്നീട് മാറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഗൗരവമുള്ളതാണ്. ഇന്നത്തെ ഇയാൾ മുൻപ് ശാന്തി പണി ചെയ്തിരുന്നു എന്ന് പറയുന്ന ഈ ശ്രീറാംപുരയിലെ ബാംഗ്ലൂരിലുള്ള അവിടുത്തെ ഈ അയ്യപ്പ ക്ഷേത്രമുണ്ടല്ലോ, അവിടെ നിന്ന് ഇയാളെ 2004 പുറത്താക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇയാൾ അവിടെ ഈ 2019 ഇതുമായി നേരെ അവിടേക്കാണ് പോകുന്നത്. അവിടേക്ക് പോയി ഇപ്പോൾ അവിടുത്തെ ട്രസ്റ്റി പറയുന്നത്, ആ മാനേജ്മെൻറ്റ് ട്രസ്റ്റി പീതാംബരൻ എന്ന് പറയുന്നയാൾ മാധ്യമങ്ങളോടൊന്ന് പറഞ്ഞത്, ആ ക്ഷേത്രത്തിനകത്ത് ഇരുമുടിക്കെട്ട് വെച്ചുകൊണ്ട് പൂജിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ആ സ്ഥലമുണ്ടല്ലോ, അവിടെ ഇത് ദർശനത്തിന് വെക്കുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞുകൊണ്ടാണ് ദർശനത്തിന് വെക്കുന്നത്? ഇത് ശബരിമലയിലെ മുഖ്യവാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മുഖ്യവാതിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പ്രദർശനത്തിന് വെക്കുന്നു, പൂജിക്കുന്നു, അതിനുശേഷം വൈകിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോൾ 39 ദിവസം കയ്യിൽ ഇത് വെച്ചുകൊണ്ട് എന്തൊക്കെ കള്ളക്കച്ചവടം നടത്തിയിട്ടുണ്ട്
എന്നതാണ് അറിയേണ്ടത്. മാത്രമല്ല ഈ വിവേക് ജെയിൻ ഈ 2019 അവിടെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് അപ്പോൾ തന്നെ അഭിമുഖം കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ജീവനക്കാരന് സ്വപ്നദർശനമുണ്ടായി. എനിക്ക് തോന്നുന്നു വേണുജി, ഞാൻ ക്രോസ് വെരിഫൈഡ് വിനീത് ജെയിൻ എന്നാണ് ലഭ്യമായ വിവരം. സബ്ജക്ട് കറക്ഷൻ കേട്ടോ, വിനീത് ജെയിൻ. ഈ രണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരാൾക്ക് സ്വപ്ന ദർശനം ഉണ്ടായിരുന്നു. സ്വപ്ന ദർശനം ഉണ്ടായി. ആ സ്വപ്ന ദർശനം ഉണ്ടായതിന്റെ ഭാഗമായിട്ട് ഇത് നാം പുതുക്കി പണിയാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് സ്പോൺസർമാർ വേണം. അപ്പോൾ ഈ പോറ്റിയൊന്നുമല്ല ഇതിൽ പണം മുടക്കിയിട്ടുള്ളതും. അങ്ങനെ സ്പോൺസർമാരെ വേണമെന്ന് ഈ ജെയിൻ പറയുന്നു. ഒരു അഭിമുഖം ഒരു മാധ്യമത്തിന് കൊടുക്കുന്നു. ആ മാധ്യമത്തിന്റെ വിശ്വാസ്യതയൊക്കെ നാം പരിശോധിക്കേണ്ടതാണ്. കാരണം പണമുണ്ടാക്കാനുള്ള വിദ്യകളുടെ ഭാഗമാണ് ഇതെല്ലാം. പിന്നെ ഒരു പണമിടപാടുകാരനായിട്ടുള്ള ഒരു രമേശുമുണ്ട് ഈ ട്രയോയിൽ. ഈ പോറ്റി, ഈ ജെയിൻ, ഒരു രമേശ്. അയാൾ അരുൺകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഉത്തരം പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം നന്നായിട്ട് വന്നിട്ട് ചാനൽ പഠിച്ചു പറയുന്നത് ഞാൻ കേട്ടു. 2019 ഇത് ഇളക്കിയപ്പോ ഇത് ചെമ്പായിരുന്നോ സ്വർണ്ണമായിരുന്നോ, അഥവാ ചെമ്പായിരുന്നോ സ്വർണം പൊതിഞ്ഞ ചെമ്പായിരുന്നോ? ആ കാര്യം വളരെ ക്രിട്ടിക്കലാണ്. അതാണ് ഇതിന്റെ ആത്മാവ്. ആ ക്വസ്റ്റ്യനാണ്. കാര്യം ഓൾറെഡി ഉള്ളതാണെങ്കിൽ പിന്നെ എന്തിനാ സ്വർണം? ശരി, അല്ല, അനന്തഗോപൻ അത് സ്വർണം തന്നെയാണെന്ന് പറയുന്നു. പത്മകുമാർ അത് തനി ചെമ്പാണെന്ന് പറയുന്നു. ഇതിൽ യഥാർത്ഥത്തിൽ മറുപടി 2 CPM നേതാക്കന്മാർ മുൻപ് ഈ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരുന്നവരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അരുൺ അതിലൊരു വ്യക്തത വരുത്തട്ടെ. എന്തായാലും ഞാൻ പറഞ്ഞു വന്നൊന്ന് പൂർത്തിയാക്കാം. ഇവിടെ ഈ മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഈ മെയിൻ ഡോർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നത്. പിന്നെ എത്രമാത്രം അതിൽ പണമുണ്ടാക്കിയിട്ടുണ്ട്, എവിടെയൊക്കെ കൊണ്ടുപോയി എങ്ങനെയൊക്കെ പണമുണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് അറിയേണ്ടത്. അതിനുശേഷമാണ് ഇദ്ദേഹം ചെന്നൈയിലെത്തി സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ മുന്നിൽ ഇത് കൊണ്ടുവന്ന് വെക്കുന്നത്. ഞാൻ വരാം. ശ്രീ അരുൺകുമാർ, ഇവിടിപ്പോൾ ഈ VN വാസവൻ ആവർത്തിച്ച് പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹത നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ദുരൂഹത വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ കക്ഷിയാകുന്ന രൂപത്തിൽ, ഒരർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വക്താവായി മാറുന്ന രൂപത്തിൽ പത്മകുമാർ എന്തിന് ഇറങ്ങിപ്പുറപ്പെടണം? ഇതിൽ നിങ്ങളടക്കം ഉന്നയിക്കുന്ന കാതലായ ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന ഈ പറയുന്ന മുൻ പ്രസിഡന്റായിട്ടുള്ള അനന്തഗോപനെ എന്തിന് പത്മകുമാർ സംശയ നിഴലിൽ നിർത്തണം? ഇതെങ്ങനെയാണ് നിങ്ങളുടെ കൂടാരത്തിലെ തമ്മിൽ തല്ലാകുന്നത്? ഇവിടെ CPM-മായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ചില വ്യക്തികൾ നടത്തിയ പരാമർശങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാൻ ഈ ചർച്ചയുടെ വളരെ വൈകിയാണ് ഈ ചർച്ചയിൽ പ്രവേശിക്കുന്നത്. ആദ്യത്തെ ഒരു ചർച്ചയുടെ ഭാഗവും ഞാൻ കേട്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ 1999 വിജയ് മല്യ അവിടെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം പൂശിക്കൊടുത്തു. ഏകദേശം വലിയ അളവിലുള്ള സ്വർണം ശബരിമലയുടെ സന്നിധാനത്തിൽ വെച്ച് തന്നെ ദിവസങ്ങൾ നീണ്ടുനിന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് ശ്രീകോവിൽ പൂശിക്കൊടുത്തു. ആ ശ്രീകോവിലിൽ മൊത്തത്തിൽ സ്വർണം പ്ലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ ശരിക്കും ദ്വാരകാപാലക ശില്പം കൂടി പ്ലേറ്റഡ് ആണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനുശേഷം 2019 ഈ ദ്വാരകാപാലക ശില്പം എടുത്ത് അത് വീണ്ടും സ്വർണം പൂശാനായിട്ട് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നത്. ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ദേവസ്വം കമ്മീഷണറും അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അടക്കം ഒന്നായിട്ട് കൊണ്ടുപോകുക, ഒരിക്കലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഇത് കൊടുത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം. അതിന് വിരുദ്ധമായി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് കണ്ടെത്തേണ്ടതാണ്. അതിനുശേഷം 40 ദിവസത്തോളം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കൈവശം വയ്ക്കുന്നു. ആ കൈവശം വച്ചതിന് ശേഷം ഇവിടെ അവസാനം സൂചിപ്പിച്ചതുപോലെ ഏകദേശം 4.541 തൂക്കം കുറഞ്ഞു വരികയാണ്. ആ തൂക്കം കുറഞ്ഞ് പിന്നെ അതിനുശേഷം അതിൽ അദ്ദേഹം സ്വർണം ആഡ് ചെയ്യുന്നു. ആ സ്വർണത്തിന്റെ പവൻ കൃത്യമായിട്ട് 49.25 പവനാണ്. എന്നാലും തൂക്കത്തിന്റെ ഉള്ള വ്യത്യാസം മഹസർ പ്രകാരം ബോധ്യപ്പെടും. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്ന് അത് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ സ്വർണത്തിലുണ്ടായിട്ടുള്ള തൂക്കം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഇത് മൊത്തം സ്വർണം പ്ലേറ്റ് ചെയ്ത സ്വർണം അതിലേക്ക് ആലേഖനം ചെയ്ത ഈ 1999 വിജയ് മല്യ സ്പോൺസർ ചെയ്യപ്പെട്ട ഈ ശ്രീകോവിലിന്റെ ഭാഗത്തിൽ തന്നെ പെട്ടതാണോ ഈ അടത്തിയെടുത്തുകൊണ്ടുപോയ ദ്വാരകാപാലക ശില്പം, അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ സ്വർണം എന്നൊരു ചോദ്യമുണ്ട്. സ്വന്തം കസ്റ്റഡിയിൽ വച്ചിരിക്കുന്നു എന്ന രണ്ടാമത്തെ ചോദ്യമുണ്ട്. 3, ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അനുധാവനം ചെയ്യാൻ തീരുമാനിച്ച് ഇന്ന ആളുകളെ പോകാവൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനം ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ, ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ച വന്നിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. 4ാമത്തെ ചോദ്യം, ഇത് തിരിച്ചു വന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ വീണ്ടും തൂക്കം പരിശോധിക്കേണ്ടതും അതിലേക്ക് പ്ലേറ്റ് ചെയ്ത് കയറ്റിയ സ്വർണം കൊണ്ടുപോയിട്ടുള്ള അളവിനേക്കാൾ എക്സ്ട്രാ കൂട്ടണമല്ലോ, പ്ലസ് ചെയ്യുകയാണ്, ഒരിക്കലും മൈനസ് വരാൻ പാടില്ല.
അത് കൃത്യമായിട്ട് തന്നെ മകസർ പ്രകാരം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുമ്പോഴും കൃത്യമായി അതിന്റെ തൂക്കം എടുക്കേണ്ടതുണ്ട്. അത് എടുത്തിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ മുന്നിലുള്ള ഡേറ്റയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ 4 വീഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഹൈക്കോടതി അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന മുൻ സീനിയർ ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് KT ശങ്കരൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുകയാണ്. എല്ലാ മകസറുകളും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ശബരിമലയിൽ എന്ത് സംഭാവന കിട്ടിയാലും അതിന്റെ രേഖകൾ കൃത്യമായിട്ട് അവിടെ ഉണ്ടാകും. സ്ട്രോങ് റൂമിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് പരിശോധിക്കട്ടെ, എവിടെയാണോ കുറവ് വന്നിരിക്കുന്നത്, എവിടെയാണോ വീഴ്ച വന്നിരിക്കുന്നത്, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ കുറ്റകരമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം അന്വേഷിക്കട്ടെ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുമ്പ് ഇത്തരത്തിൽ ഉള്ള 2 താങ്ങുപീഠം ഞാൻ നിർമ്മിച്ചു കൊടുത്ത് സ്ട്രോങ് റൂമിലുണ്ട്, ഇപ്പൊ അത് കണ്ടിട്ടില്ല, കാണാനില്ല എന്ന് ഇദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളോട് പറയുന്നു. അതുപോലെ തന്നെ പല പ്രസ്താവനയും നടത്തുന്നു. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള അന്വേഷണമായി ഹൈക്കോടതി സ്ട്രോങ് റൂം പരിശോധിക്കാൻ പറയുന്നു. പരിശോധിക്കുമ്പോൾ അത് അവിടെ ഇല്ല. പിന്നെ അത് ആരോ അടിച്ചുകൊണ്ടുപോയതാണ്. പലതരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ള ആക്ഷേപം വരുന്നു. അവസാനം അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു നുണ പറഞ്ഞത്? ഇത്ര ഗൗരവമായിട്ടുള്ള കാര്യത്തിൽ ഒരു ഓർമ്മക്കുറവ് എങ്ങനെ വരും? അതൊരിക്കലും ഓർമ്മക്കുറവല്ലല്ലോ. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഒരു 5 ദിവസം മുമ്പ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നു. പിന്നെ അതിൽ ഉറച്ചു നിൽക്കുന്നു. അവസാനം ദേവസ്വം വിജിലൻസ് വന്ന് കണ്ടുപിടിക്കുന്നത് വരെ അദ്ദേഹം മറിച്ചൊരു വാക്കും പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വീണ്ടും വിളിക്കുന്ന ഒരു സാഹചര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആദ്യം ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതായി പുറത്തു കൊണ്ടുപോകാൻ അനുവാദം മാനുവൽ പ്രകാരം 1950 മുതൽ പുറത്തു കൊണ്ടുപോകാൻ 50കളിൽ അനുവാദമില്ല. പക്ഷേ 2010-ലും അതിനുശേഷവും എല്ലാം അവിടുത്തെ കൊടിമരമായാലും ഇത്തരത്തിൽ പുറത്തു കൊണ്ടുപോയി തന്ത്രിയുടെ റിട്ടേൺ നോട്ടിന്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ടുപോയ ചരിത്രങ്ങൾ കൃത്യമായിട്ടുണ്ട്. 2023 മുതലാണ് ഹൈക്കോടതിയുടെ അനുവാദമുണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്യാവൂ എന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഈ സെപ്റ്റംബർ മാസം 7-8 ദിവസങ്ങളിൽ ഇപ്പോൾ ഈ ചെന്നൈക്ക് ഇത് അയക്കുമ്പോഴും ഹൈക്കോടതിയുടെ ഒഫീഷ്യലായിട്ടുള്ള സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ട്. ആ കമ്മീഷണർ അനുവാദം വാങ്ങിച്ചിട്ടല്ല അടത്തിയെടുത്തത്. പിറ്റേ ദിവസം കൊണ്ടുപോകുന്ന ദിവസം വാക്കാലും റിട്ടേൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിൽ കാര്യങ്ങളിലും വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ഹൈക്കോടതിയുടെ ജഡ്ജ് അന്വേഷിക്കട്ടെ. ദേവസ്വം കമ്മീഷണറും SP-യും ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെ ഭാഗത്താണ് വീഴ്ചയെങ്കിലും കൃത്യമായി മാതൃകാപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഒരാളും സ്വീകരിക്കില്ല. അത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിലപാട്. ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ രാഹുൽ, ഇത് 2013 ചിത്രങ്ങൾ പ്രമുഖ മാധ്യമങ്ങൾ വന്നതാണ്. 2013 അവിടെ സ്വർണം ക്ലാഡ് ചെയ്ത് തന്നെയാണ് ഉള്ളത്. പിന്നെ അത് 2019 എങ്ങനെ ചെമ്പാകും? ഇത് നിങ്ങൾക്കല്ലേ എല്ലാ മീഡിയക്കും ഫുട്ടേജും കാര്യങ്ങളും ഉള്ളതല്ലേ? 2013 സ്വർണം ക്ലാഡിംഗ് ആണ്. അപ്പൊ 2019 അരുണിന് കേൾക്കാമോ? രാഹുൽ, എനിക്ക് സംശയമുണ്ട് അരുണിന് കേൾക്കാമോ എന്ന്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അരുണിന്റെ ഈ ദ്വാരപാലക ശില്പം തിരുത്തുമ്പോഴും അരുണിന് കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അരുൺ കേൾക്കാമോ? ഈ ചോദ്യം അങ്ങൊന്ന് ചോദിക്കണേ. കാര്യം കണ്ടിട്ടുണ്ടല്ലോ ഉറപ്പായും. അരുൺ കേൾക്കാമോ? അരുൺ കേൾക്കാമോ? ആ സാങ്കേതിക പ്രശ്നമുണ്ടാകുന്ന ശരിയാക്കിയിട്ട് വരാം. N. ശ്രീകുമാർ, രാഹുൽ ഇവിടെ ചൂണ്ടിക്കാട്ടിയ ചിത്രം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയായിട്ടാണെങ്കിൽ 2013 ശ്രീശാന്ത് ആ സോപാനത്തിന്റെ മുൻവശം നിന്ന് തൊഴുന്നതാണ് അല്ലേ രാഹുലെ? അതെ അതെ, ശ്രീശാന്ത് ഒക്കെ ഉള്ള ഒരു ചിത്രമാണത്. മാതൃഭൂമിയാണ് അന്ന് ആ ഫോട്ടോ ശേഖരത്തിൽ അതിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ പുറത്തു വരുന്നതിൻ്റെ പ്രസക്തി N. ശ്രീകുമാറിനും അറിയുമായിരിക്കും. അന്ന് ആ ശ്രീശാന്ത് അടക്കം അവിടെ ദർശനം നടത്തുമ്പോൾ ശ്രീകോവിലിൻ്റെ ഈ ഇരുവശത്തുമുള്ള ഈ ദ്വാരപാലക ശില്പങ്ങൾ പൊന്നുകൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന നിലയിൽ തന്നെയാണ് എന്ന് മാത്രവുമല്ല അതിനൊരു ശോഭക്കുറവും സംഭവിച്ചിട്ടില്ല. എന്നാൽ പത്മകുമാറിൻ്റെ നോട്ടത്തിൽ മാത്രമാണ്, അദ്ദേഹം പോയി നോക്കുമ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി നോക്കുമ്പോഴുമാണ് അതിൽ സ്വർണത്തിൻ്റെ തരിമ്പ് പോലും കാണാൻ കഴിയാതിരിക്കുന്നത്, ചെമ്പ് മാത്രം പുറത്തു നിൽക്കുന്നത്. ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി പത്മകുമാർ ബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? കൂടാതെ ഒരു കാര്യം കൂടി, ഇവിടെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പത്മകുമാർ അനന്തഗോപനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ ഈ സർക്കാർ തന്നെ പ്രതിരോധത്തിലാവുകയാണ്. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള അന്വേഷണത്തിൻ്റെ ഗതി മാറ്റുക എന്ന പരോക്ഷമായ ഒരു രാഷ്ട്രീയ ഇടപെടലാണോ ഈ പത്മകുമാറിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്? ഒരർത്ഥത്തിൽ G. സുധാകരനും പ്രതികരിച്ചത് ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ജസ്റ്റിസ് ശങ്കരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ എല്ലാം അങ്ങ് പകൽ പോലെ വ്യക്തമാകും എന്ന ഒരു പുതിയ CPM-ന്റെ വാദമുണ്ടല്ലോ, അതങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന പശ്ചാത്തലവും സാഹചര്യവുമാണോ ഉള്ളത്? നോക്കൂ ശ്രീ വേണു, ഇവിടെ ശബരിമലയിലെ ശാസ്താവിൻ്റെ കാവൽക്കാരാണ് ദ്വാരപാലകന്മാർ.
ശബരിമലയുടെ കാവൽക്കാരാണ് ദേവസ്വം ഭാരവാഹികൾ. അപ്പോൾ ദ്വാരപാലകരുടെ ആ മേനിയഴക് നഷ്ടപ്പെട്ടത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത് കാവൽക്കാരായ ദേവസ്വത്തിൻ്റെ ഭരണാധികാരികളും ദേവസ്വം വകുപ്പ് മന്ത്രിയുമാണ്. അപ്പോൾ ഇതിൽ ആരുടെ അഴകാണ് ഇനിയും അഴുക്ക് വരാനുള്ളതെന്ന് മാത്രമേ നമുക്കറിയാനുള്ളൂ. അതെന്തായാലും നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റില്ല, അത് വഴിയെ തെളിയട്ടെ. ഇത് കേരളത്തിലെ ജനങ്ങൾ അയ്യപ്പ സംഗമം ചർച്ച ചെയ്തില്ല, പക്ഷേ ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം ശബരിമലയിലെ ദ്വാരപാലകരുടെ ആ സ്വർണം പൊതിഞ്ഞ പാളി, അത് ചെമ്പാണെന്ന് പറയുന്നു, സ്വർണ്ണമാണെന്ന് പറയുന്നു, എന്തായാലും ഒരു ശരാശരി ഭക്തനൊന്നും അറിയില്ല. അയാളവിടെ പോകുമ്പോൾ കാണുന്നത് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പക്ഷെ അവരുടെ വിശ്വാസമുണ്ട് അവിടെ. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ സംശയം തീർത്തു കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ്റാണ് മിണ്ടുന്നില്ല. ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച ദേവസ്വം വകുപ്പ് മന്ത്രി മാത്രമല്ല, ഈ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം, ഇത് പറയാനുള്ള ഉത്തരവാദിത്തം. ശബരിമല അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തത് ആരാണോ ആ വ്യക്തി, അത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയാണ് ജനങ്ങളുടെ സംശയം തീർത്തു കൊടുക്കേണ്ടയാൾ. കാരണം ശബരിമല എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ മാത്രമല്ല, ഇപ്പോൾ ഉത്തരേന്ത്യയിലും കഴിഞ്ഞ് ആഗോള പ്രശസ്തിയിലേക്ക് ഉയർത്താനാണ് ഗവൺമെൻറ്റിൻ്റെ ശ്രമം. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്ന് ഗവൺമെൻറ് പറയുന്നതാണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല, ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ഭഗവാന്റെ ഈ പാളികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്വർണവും ചെമ്പും തമ്മിലുള്ള തർക്കം തീരുന്നില്ല. അത് ശബരിമല ഭരിച്ച CPMൻ്റെ നേതാക്കൾ തമ്മിലുള്ള തർക്കത്തിലേക്ക് മാറുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ സംശയം തീർത്തു കൊടുക്കേണ്ട ആൾ മുഖ്യമന്ത്രിയാണ്. കാരണം ആഗോള പ്രശസ്തിയിലേക്ക് ശബരിമലയെ ഉയർത്താൻ പോകുന്നു എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളിത് ചർച്ച ചെയ്യുന്നുണ്ട്. അയ്യപ്പ സംഘം അങ്ങനെ ചർച്ച ചെയ്തിട്ടൊന്നുമില്ല, അത് നടന്നുപോയി. പക്ഷേ ഇത് ചർച്ച ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് വിശ്വാസികളുടെ ഏറ്റവും ഒരു വലിയ പ്രശ്നമാണ്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ സ്വർണ്ണമാണെന്ന് ചെല്ല് പറയുന്നു, ചെമ്പാണെന്ന് ചെല്ല് പറയുന്നു. നമ്മളിത് കൃത്യമായിട്ട് കാണാത്തതുകൊണ്ട് നമുക്ക് അറിയില്ല. പക്ഷേ ഒരു കാര്യം നമ്മളുടെ മുമ്പിലുണ്ട്, സംശയപരമായ എന്തോ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം മുൻ പ്രസിഡന്റുമാർ വിദേശയാത്ര നടത്തിയതിനെക്കുറിച്ച് പത്മകുമാർ പറയുന്നുണ്ട്. വിദേശയാത്ര നടത്തിയതിൽ എന്താ തെറ്റെന്ന് മുൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. എന്തായാലും രണ്ടുപേര് CPMൻ്റെ, ഒരാൾ സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കെ ശബരിമല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ആൾ, മറ്റേയാൾ ജില്ലാ കമ്മിറ്റി ആയിരിക്കെ മുൻ MLA ആയ പത്മകുമാറും ഭാരവാഹിയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ പ്രശാന്താണ് പാർട്ടിയുടെ അതെ മറ്റേ ഇപ്പോൾ പ്രശാന്താണ് പാർട്ടിയുടെ നേരിട്ടുള്ള ഒരു മെമ്പറൊന്നും ആണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്തായാലും ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്നെ കള്ളനാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ജനങ്ങൾക്ക് സംശയം വന്നു. ഈ സംശയം തീർത്തു കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ഇത് തീർക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം നിയമസഭയിൽ കൊണ്ടുവന്ന് അതിന് അനുമതി കൊടുത്തുമില്ല. ബാക്കി എല്ലാത്തിനും അനുമതി കൊടുത്തു, മേനി നടിച്ചു വരെ. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം അനുമതി കൊടുത്തില്ല. ഇവിടെ വേറൊരു പ്രശ്നമുള്ളത്, ഇതിൽ വേറൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം ഇന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് ഈ ഗവൺമെൻറ്റിനെ എതിർത്തിരുന്ന എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ അടുത്ത ഗവൺമെൻറ്റിലെ മൂന്നാം ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകാമെന്നാണ്. അപ്പോൾ മൂന്നാം ഗവൺമെൻറ് രൂപീകരിക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ശബരിമലയിലത്തെ പ്രശ്നം ഒന്ന് തീർക്കണമല്ലോ ഗോവിന്ദ മാഷേ. അപ്പോൾ ആ പ്രശ്നം തീർക്കണമെങ്കിൽ അതിൽ പാർട്ടിക്ക് തീർക്കാൻ പറ്റില്ല. കാരണം പാർട്ടിക്ക് ഇപ്പം പാർട്ടി അടിസ്ഥാനപരമായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ട് പാർട്ടിക്ക് ഈശ്വരവിശ്വാസികളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയാനുള്ളൂ. പക്ഷേ വിശ്വാസത്തിൻ്റെ ആ ഒരു പരിണാമഘട്ടമൊന്നും പാർട്ടിക്ക് വിവരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യണം. അപ്പോൾ ഗവൺമെൻറ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ സമുദായ സംഘടനകൾക്കും ബാധ്യതയുണ്ട്. കാരണം ഈ സമുദായ സംഘടനകൾ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ ശബരിമലയെ സംരക്ഷിക്കാൻ ഈ ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് ആ പ്രശ്നത്തിൽ മാത്രം രാഷ്ട്രീയ നിലപാട് അല്ല, ശബരിമല വിഷയത്തിൽ മാത്രം ഗവൺമെൻറ് നിലപാട് തിരുത്തിയതുകൊണ്ട് അവർക്ക് പിന്തുണ കൊടുത്തിട്ടുണ്ട് NSS, SNDPM. അപ്പോൾ അതുകൊണ്ട് ഈ സമുദായ സംഘടനകൾ ആവശ്യപ്പെടണം, ഈ സംശയം തീർത്തു തരണം എന്ന് അവരും ആവശ്യപ്പെടണം. അവരിന്ന് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗവൺമെൻറ്റിനെ പിന്താങ്ങുകയാണ് സമുദായ സംഘടനകൾ എന്നൊരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ CPM ശ്രമിക്കുന്നുണ്ട്. ആ പ്രതീതി എന്തായാലും തെറ്റാണ്. കാരണം NSS കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയ നിലപാടിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല, ശബരിമല വിഷയത്തിൽ മാത്രമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ മാത്രമാണ് ഈ പ്രശ്നാധിഷ്ഠിത പിന്തുണ NSS കൊടുത്തത് എന്നുള്ളത് കൊണ്ട്
NSSന് ബാധ്യതയുണ്ട് ജനങ്ങളുടെ സംശയം തീർത്തു കൊടുക്കാനായിട്ട്. അത് ബാധ്യത വെച്ചാൽ ചോദിക്കാനുള്ള ബാധ്യതയുണ്ട്. അത് ചോദിക്കണം. അത് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രിയാണ് ഉത്തരം പറയേണ്ടത്. മുഖ്യമന്ത്രി ഇന്നേ വരെ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ വിശ്വാസികളുടെ വിഷയം എന്ന് പറയുന്നത് അയ്യപ്പ സംഗമമല്ല, ഈ സ്വർണ്ണ കാര്യത്തെ സംബന്ധിച്ചാണ്. ഇതിൽ ഒരുപാട് വിഷയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ആര് സ്വർണം കൊണ്ടുപോയി, ചെന്നൈയിലേക്ക് കൊണ്ടുപോയി, ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി, തിരിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മളെന്ന് വെച്ചാൽ ശരാശരി ഒരു മനുഷ്യൻ പുറത്തുള്ള ഒരാളാണ്. ഞാനിന്നൊരു വിശ്വാസി അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് അങ്ങനെ അധികാരമായിട്ട് ഞാൻ പറയുന്നുമില്ല. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഭരിച്ചപ്പോൾ ഇങ്ങനൊരു വിഷയം ഉണ്ടായത്? അപ്പോൾ ആ വിഷയത്തിന് ജി സുധാകരൻ പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്. എന്തെങ്കിലും ശബരിമലയിൽ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അധികാരത്തിലിരിക്കുന്നവർ അത് അറിയണമായിരുന്നു, അധികാരത്തിലിരിക്കണമെന്ന് അറിയണമായിരുന്നുവെന്ന് CPM നേതാവായ ജി സുധാകരൻ പറയുന്നു. മറ്റ് 2 CPM നേതാക്കളും പരസ്പര വിരുദ്ധമായി പറയുന്നു. ഇതിനിടയ്ക്ക് G രാമൻ നായർ, അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹം പറഞ്ഞു എൻ്റെ കാലത്തല്ല ഈ പ്രശ്നമെന്ന്. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ സംശയം തീർത്തു കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്ന് വെച്ചാൽ അയ്യപ്പ സംഗമം നടത്തിയിട്ട് ശബരിമലയുടെ പ്രശസ്തി ലോകമാകെ പരത്താനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതൊരു കരടായി മാറിയില്ലേ വേണു? ഇത് വലിയ പ്രശ്നമല്ലേ? ഭഗവാന്റെ കാവൽക്കാരായ ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളികൾ, അതിലുള്ള ഒരു തർക്കം. അത് ശബരിമലയുടെ കാവൽക്കാരാരാണ്? അത് മറ്റേ ദേവസ്വം മന്ത്രിയാണ്, ആത്യന്തികമായിട്ട് ഗവൺമെൻറ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്താ നിലപാട് വ്യക്തമാക്കാത്തത്? അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഇതിന് കൃത്യമായ മറുപടി പറയേണ്ടത്. ആ മറുപടി പറഞ്ഞാൽ സംശയം തീരും. ശരി. എന്തായാലും നല്ല രാഷ്ട്രീയ ലാക്കോടെയുള്ള നിരീക്ഷണമാണ് ശ്രീ N. ശ്രീകുമാർ നടത്തിയിട്ടുള്ളത്. പിന്നെ ജി സുധാകരൻ ഇന്ന് വെറുതെ അങ്ങ് പറയുകയല്ല ചെയ്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഇപ്പോഴത്തെ വാസവൻ മന്ത്രിക്കുണ്ട്, ഇതിനു മുൻപ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളിക്കുണ്ട്. കാരണം 2007 ഏപ്രിൽ 12 കേരള ഗസറ്റ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദേവസ്വം നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് 12ാം വകുപ്പിൻ്റെ 3A വകുപ്പായി ചേർത്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ദ ദേവസ്വം കമ്മീഷണർ ഷാൽ സബ്മിറ്റ് റിപ്പോർട്ട്സ് ടു ദ ഗവൺമെൻറ് വൺസ് ഇൻ 3 months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഗവൺമെൻറ്റിനോടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വാസവൻ അവിടെ എന്തൊക്കെയോ നടക്കുന്നു, അത് പുറത്തു വരട്ടെ, സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്ന് പറയുകയല്ല വേണ്ടത്. അദ്ദേഹമല്ലല്ലോ അന്വേഷിക്കുന്നത്. അദ്ദേഹം 3 മാസത്തിനിടയിൽ ഒരിക്കൽ അറിയേണ്ടിയിരുന്ന കാര്യങ്ങൾ അറിയാതിരിക്കുന്നതിനുള്ള മറുപടിയാണ് നൽകേണ്ടത്. പിന്നെ ഒറ്റ കാര്യം കൂടി, എനിക്ക് ഇടവേളയിലേക്ക് പോകണം. അങ്ങ് ശരിയായി സൂചിപ്പിച്ചതുപോലെ ഈ 99 ഈ വിജയ് മല്യയുടെ കാലത്ത് രാമൻ നായരായിരുന്നു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പത്മകുമാർ ശ്രമിക്കുകയുണ്ടായി ശ്രീ N. ശ്രീകുമാർ. ഇന്ന് രാമൻ നായർ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അതിനൊക്കെ ശേഷം വന്ന ഒരാളാണ്, 2004 ഡിസംബറിൽ വന്ന ഒരാളാണ്. ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ CPMൻ്റെ നോമിനിയായിരുന്ന VGK മേനോനാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നത് എന്ന് ശ്രീ രാജു P. നായർ വളരെ സമർത്ഥമായാണ് അരുൺ മറുപടി പറഞ്ഞത് എന്ന് രാജു ശ്രദ്ധിച്ചല്ലോ. അതായത് അനന്തഗോപനും പത്മകുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി ഈ കാര്യങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്ന മറ്റ് കാര്യങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറേ സാങ്കേതികത്വമാണ് പറഞ്ഞത്. അതിലൊക്കെ എനിക്ക് ഉപചോദ്യങ്ങളുണ്ട്. പിന്നീട് സമയമുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വരികയും ചെയ്യാം. കാരണം ഓരോ ഘട്ടത്തിൽ ഈ മഹസർ രേഖപ്പെടുത്തലിനെ പറ്റിയൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ചോദ്യങ്ങൾ 2 ശ്രീ രാജു P. നായർ. ആഗോള സ്വർണ്ണക്കടത്ത് സംഗമമോ എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം, ഇവിടെ ഒരു ക്ഷേത്രം ശില്പി ഒരു മഹേഷ് പണിക്കർ ഒരു മാധ്യമത്തോട് സംസാരിക്കുകയുണ്ടായി ഈ വിവാദത്തിൻ്റെ ഘട്ടത്തിൽ. അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മാറ്റിയിരിക്കുന്നത് ഈ തങ്കത്തിന് വേണ്ടിയാണെന്ന്. എന്ന് വെച്ചാൽ വിജയ് മല്യ കൊണ്ടുവന്ന 33 കിലോയോളം വരുന്ന സ്വർണം അതിനു വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ന് തങ്കത്തിൻ്റെ വില 4000 രൂപയേ ഉള്ളൂ 1 ഗ്രാമിന് 99 കാലഘട്ടത്തിൽ. അത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അടിച്ചു മാറ്റിക്കൊണ്ടുപോയി വിറ്റാൽ പോലും 6 ലക്ഷം രൂപയുടെ വിലയേ ഉള്ളൂ. അപ്പോൾ ഇതല്ല അതിൻ്റെ പിന്നിലെ ഉദ്ദേശ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പറയുകയുണ്ടായി, ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ പിന്നെ ഈ വിശ്വാസികളാണല്ലോ അങ്ങ് തന്നെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ നെഗറ്റീവ് എനർജി മാറ്റാൻ കഴിയും, ഭാഗ്യം സിദ്ധിക്കും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ എന്തെങ്കിലും പൊട്ടും പൊടിയും പുറത്തു കൊണ്ടുപോയാൽ നല്ല കച്ചവട മൂല്യമാണ് ഇതിനുള്ളത്. അപ്പം നമ്മൾ ഈ 4.5 കിലോ തൂക്കക്കുറവിലല്ല പിടിച്ചു നിൽക്കേണ്ടത് രാജു. ഇതൊരു അധോലോകമാണ്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പുഷ്പം പോലെ 7 കോടി സംഘടിപ്പിക്കാൻ പറ്റുന്നു എന്ന് ഈ സർക്കാരിന് പറയാൻ കഴിയുന്നില്ലേ? പറയുന്ന വാക്കെന്താണ്? സ്പോൺസർഷിപ്പ്. ഈ വിദ്വാനും സ്പോൺസറായിരുന്നു, ഈ പോറ്റിയും. അപ്പോൾ ഇത്തരം കള്ളക്കടത്ത് സംഘങ്ങളുടെ സംഗമം കൂടാരമാണോ അവിടം എന്ന ചോദ്യമല്ലേ ഉയരേണ്ടത്? വേണു, അത് തന്നെയാണ് ഞാൻ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ. അത് തന്നെയാണ് ഇവിടെ ഇപ്പൊ അരുൺകുമാർ പറയുന്നത് കേൾക്കുമ്പോൾ ഈ അനന്തപത്മനാഭനും അത് തന്നെ പത്മകുമാറൊന്നും CPM-കാരെ അല്ലാന്ന് തോന്നും.
അവരൊന്നും CPM-കാരെ അല്ലാന്ന് തോന്നും. അവർ ഏതാണ്ട് BJP-കാരാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അരുൺകുമാർ പറഞ്ഞു വെക്കുന്നത്. CPM-ന്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ അവർ രാഷ്ട്രീയമായി നിയമിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്നു. അരുൺകുമാർ മറുപടി പറയാത്ത ഒട്ടേറെ വിഷയങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ഞങ്ങൾ ഉന്നയിച്ചു, ഞാനും രാഹുൽ ഈശ്വറും ഉന്നയിച്ചു. ഇത് ചെമ്പ് എന്ന് മിനിറ്റ്സിൽ എന്തുകൊണ്ട് എഴുതി? അത് ചെമ്പ് പാളി അല്ലായിരുന്നല്ലോ, അത് സ്വർണ്ണമായിരുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. വിജയ് മാലിയ അത് ചെയ്യുമ്പോൾ തന്നെ ഒരു കള്ളു കച്ചവടക്കാരൻ്റെ സ്പോൺസർഷിപ്പ് ശബരിമലയ്ക്ക് വേണോ എന്നുള്ള രീതിയിൽ പോലും വലിയ ചർച്ചകൾ നടന്നതാണ്. എനിക്കെൻ്റെ കുട്ടിക്കാലമാണ്, പക്ഷെ അപ്പോഴും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വളരെ കൃത്യമായിട്ട് അത് സ്വർണ്ണമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ സ്വർണം ക്ലാഡ് ചെയ്ത ആ ചെമ്പ് എങ്ങനെയാണ് ചെമ്പ് പാളി എന്ന് എഴുതി വെച്ചത്? ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ വീട്ടിൽ സ്വർണം മേടിക്കുമ്പോൾ എന്താ തനിത്തങ്കമാണോ മേടിക്കുന്നത്? അല്ലല്ലോ, സ്വർണം മേടിക്കുന്നത് മുഴുവൻ ചെമ്പിൽ കൂടി കലർത്തിയാനുള്ള സ്വർണ്ണമാകുന്ന. അപ്പൊ ഇവര് എൻ്റെ മോതിരം ചെമ്പ് മോതിരമാണെന്ന് പറയുമോ? ഇല്ലല്ലോ, സ്വർണ്ണ മോതിരമല്ലേ. അപ്പൊ ഇത് എന്തുകൊണ്ട് ചെമ്പ് എന്നെഴുതി? അവിടെ അതിന്റെ ഗൂഢാലോചന തുടങ്ങിക്കഴിഞ്ഞു. ഇനി നോക്കൂ ഒരു കാര്യം, ഈ ഇത്രയും വലിയ സാമ്പത്തികമായ മൂല്യമുള്ള, ആചാരപരമായ മൂല്യമുള്ള, വൈകാരികമായ മൂല്യമുള്ള ഈ സാധനം കൊടുത്തുവിടുമ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ എഴുതിയിരിക്കുന്ന പേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ആ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആള് ആദായ നികുതി പോലും അടയ്ക്കാത്ത, മറ്റൊരു മാർഗവുമില്ലാത്ത ഒരാൾ ഈ സ്പോൺസർഷിപ്പിന്റെ പേര് ദേവസ്വം ബോർഡ് എന്ത് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചത്? ആരെങ്കിലും ഏൽപ്പിച്ചതല്ലോ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരുണ്ടല്ലോ. അപ്പൊ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ക്രെഡൻഷ്യൽസ് എന്താണെന്ന് അന്വേഷിക്കാതെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പുകാരനാണോ എന്ന് അന്വേഷിക്കാതെ ഇത് ഇത്തരത്തിൽ കൊടുത്തുവിടാൻ പൊതുന്യായമുണ്ട് രാജു. അവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇങ്ങനെ സ്പോൺസർമാരിലൂടെയാണ് എന്ന ഒരു തൊടുന്യായമാണ് പറയുന്നത്. അപ്പൊ പിന്നെ മാനദണ്ഡമില്ലല്ലോ. വേണു, സ്പോൺസർക്ക് സാമ്പത്തികമായ ഭദ്രത വേണ്ടേ? ഇന്ന് നമ്മൾ അറിയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി സ്പോൺസറാണോ? അല്ലല്ലോ, തട്ടിപ്പുകാരനല്ലേ. ഇൻകം ടാക്സ് റിട്ടേൺ പോലും ഫയൽ ചെയ്യാത്ത ഒരാൾ സ്പോൺസർ എന്ന രീതിയിൽ ദേവസ്വം ബോർഡ് തീരുമാനമെടുത്ത് ഉത്തരവിൽ ആ പേരെഴുതുമ്പോൾ ദേവസ്വം ബോർഡിന് വിജിലൻസ് ഇല്ലേ? ആ വിജിലൻസ് അല്ലെങ്കിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ ആരാണ് എന്നുള്ളതെങ്കിലും കണ്ടുപിടിക്കണ്ടേ? അപ്പൊ വളരെ കൃത്യമാണ് വേണു, ഇതെല്ലാം CPM ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടത്തിയ തട്ടിപ്പാണ്. സിനിമയിലെ ശോഭൻ അവതരിപ്പിച്ച ശേഖരന്റെ റോളാണോ പിണറായി വിജയന് എന്ന് പറയണം. അദ്വൈതം സിനിമയിലെ ശോഭൻ അവതരിപ്പിച്ച ശേഖരന്റെ റോളിൽ പിണറായി വിജയൻ നിൽക്കുകയാണ്. ഒരു കാരണവശാൽ CPM മാറാൻ കഴിയില്ല. പിണറായി വിജയൻ നേരിട്ട് ബോധ്യത്തോടുകൂടി ശബരിമലയിൽ കള്ളക്കടത്തിന് വേണ്ടി നേതൃത്വം കൊടുത്തു എന്നാണ് ഇതുവരെ ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നീതിയുക്തനായ ഒരു ആഭ്യന്തരമന്ത്രിയായിരുന്നു, നീതിയുക്തനായ ഒരു മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ ഈ വിഷയം ജനങ്ങളിൽ ഇത്തരത്തിലുള്ള വിശ്വാസത്തിൽ പ്രശ്നമുണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു വിചാരമുണ്ടെങ്കിൽ കടത്തുകാരനല്ലെങ്കിൽ ഇതിനോടകം മോഷണക്കുറ്റത്തിന് FIR ഫയൽ ചെയ്യുമായിരുന്നു. ശരി, എനിക്ക് അരുണിലേക്ക് പോകണം. തൊട്ടുമുമ്പ് രാഹുൽ വളരെ ചുരുക്കി മറുപടി പറയണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. രാഹുൽ വളരെ ചുരുക്കി മറുപടി പറയണം. ഒരു സെക്കൻഡ് രാഹുൽ ഒരു സെക്കൻഡ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി 2004 ബംഗളൂരിൽ നിന്ന് അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ടല്ലോ. പിന്നെ ശബരിമലയിൽ ഈ പറയുന്ന സഹായി എന്ന നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പരിശീലന കളരിയായി അവിടെ പഠിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ തട്ടിപ്പ് നടക്കുന്നത്. അങ്ങനെ അതെല്ലാം പഠിച്ചതിന് ശേഷം പിന്നെ അത് പ്രയോഗിക്കാനുള്ള ആളായി 2019 ദിവ്യാവതാരം കൊള്ളുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അല്ലേ? അങ്ങനെയല്ലേ കാണേണ്ടത്? ഇനി ഒരു കാര്യം കൂടി, ഒറ്റ കാര്യം കൂടി രാഹുൽ, അങ്ങേക്ക് നേരിട്ട് അറിയുന്ന ഒരു സ്ഥലമായോണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ പറയുന്ന ആളിൻ്റെ ക്രെഡൻഷ്യൽസ് ഇവർ അന്വേഷിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പൊട്ടിമുളച്ച് വീണതാണ് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വേണമെങ്കിൽ ഇവർക്കൊക്കെ പറഞ്ഞ് തടിയൂരാം. അങ്ങേക്കറിയാമല്ലോ ഒരു സുനിൽ സ്വാമി എല്ലാ ദിവസവും ശബരിമല സൗപാനത്തിനടുത്തുണ്ടാകും, അല്ലേ? സുനിൽ സ്വാമി എന്നാണ് എൻ്റെ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ കോടതി എന്തോ ഇടപെട്ടാണ് അത്ര കാര്യമൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കിയത് എന്നും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത്തരം അവതാരങ്ങൾ അവിടെ നിരന്തരമുണ്ട്. ഇവരാരെയും അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയുമോ? അതുകൊണ്ട് രാഹുൽ വേഗം പെട്ടെന്ന് രണ്ടുപേരും പറയാം. ഇദ്ദേഹത്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2-3 ഭാഷകൾ അറിയാം. അതുകൊണ്ട് അവിടെ പല ആൾക്കാരെയും സ്വാധീനിച്ചു, ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് ഫണ്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്ന് പറയും. പക്ഷേ തീർച്ചയായിട്ടും ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വേണം. ഒരുപക്ഷെ ശ്രീ വേണുവിന് ഓർമ്മ കാണും, പഴയ ഉണ്ണികൃഷ്ണ പണിക്കർ, പരപ്പനങ്ങാടി ഉണ്ണികൃഷ്ണ പണിക്കർ 90 കോടി രൂപയുടെ ഒരു ദേവപ്രശ്നം അടിച്ചു മാറ്റാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. താങ്കൾ അടക്കമുള്ള അന്ന് മാധ്യമപ്രവർത്തകരെ, ഞാൻ അടക്കമുള്ളവർ വന്ന് കണ്ടാണ് തടയാൻ കഴിഞ്ഞത്. കാര്യം ഒരു ദേവസ്വ പ്രശ്നമായിരുന്നു. ഇനി സഖാവിലേക്ക് പോകുമ്പോൾ അരുൺ സഖാവ് മറുപടി പറയേണ്ടത് ഈ വിഷ്വലാണ്.
എന്റെ മുത്തശ്ശനായ ബ്രഹ്മശ്രീ കണ്ഠര് മഹേശ്വരി, ശ്രീശാന്ത് എല്ലാവരുടെയും കൂടെയുള്ള പിക്ചേഴ്സ് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് സ്വർണ്ണമുണ്ട്. അത് എങ്ങനെ ചെമ്പായി എന്ന ശരി ശരി ചോദ്യമാണ് അരുൺ, കോർ ക്വസ്റ്റ്യൻ. കഷ്ടി 3 മിനിറ്റ് ഉള്ളതുകൊണ്ട് വേഗം അരുൺ പറഞ്ഞോളൂ. 1 മിനിറ്റ് അധികം കൂടെ എടുക്കാം. ശ്രീകുമാർ സാർ അങ്ങേലേക്ക് വരാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അരുൺ. യെസ്, ആദ്യം എപ്പോഴാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കട്ടായതെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് സാങ്കേതിക മുഴുവൻ പ്രശ്നമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അതിൽ 1999 വിജയ് മല്യ ഇതിന്റെ ശ്രീകോവിൽ മാത്രമാണോ സ്വർണം പൂശിയത്, അതോ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്വാരപാലക മുഴുവൻ പാളിയും ചെയ്തിട്ടുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഈ 2 വാക്കുണ്ട്, ക്ലാഡഡ്, ഗോൾഡ് ക്ലാഡഡ് ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ്. ഗോൾഡിൽ ഒരു ആഭരണം കൊണ്ടുവന്ന് പതിപ്പിക്കുന്നതുണ്ട്. ശ്രീകോവിലിന്റെ മേൽക്കൂരയിലെ 4 നാഗരൂപങ്ങൾ, ശ്രീകോവിലിന്റെ സീലിംഗ്, 2 ദ്വാരപാലക ശില്പങ്ങൾ, ഭിത്തിയിലെ അയ്യപ്പ ചരിതം എഴുതിയ തകിടുകൾ, 2 കമാനങ്ങൾ, ശ്രീകോവിലിന്റെ കാണിക്കവഞ്ചി, ശ്രീകോവിലിലെ 3 കലശങ്ങൾ, ശ്രീകോവിലിന് ചുറ്റുമുള്ള ആനകളുടെ പ്രതിമകൾ, 3 കർണകൂടവും തൂണുകളും, ശ്രീകോവിലിന്റെ മുഖ്യ കവാടം, കന്നിമൂല ഗണപതി കോവിലിന്റെ കലശം, നാഗരാജ കോവിലിന്റെ കലശം, ഇത്രയും സ്ഥലം മല്യ സ്വർണം പൂശിയിട്ടുണ്ട്. അപ്പോ ദ്വാരപാലക പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണം ക്ലാഡഡ് ആണോ സ്വർണം പ്ലേറ്റഡ് ആണോ, അത് മകസർ എഴുതുമ്പോൾ എങ്ങനെ ചെമ്പ് എന്ന് വന്നു അന്വേഷിക്കണം, കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കണം. അതിനാണല്ലോ ഇപ്പോൾ ഹൈക്കോടതി ഒരു സീനിയർ ജഡ്ജിയെ തന്നെ വച്ചിരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് 40 ദിവസം അദ്ദേഹം അത് കസ്റ്റഡിയിൽ വച്ചു? ദേവസ്വം ബോർഡ് കൃത്യമായി വിജിലൻസും അതിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരടക്കമുള്ളവർ പോകാനാണ് തീരുമാനിച്ചത്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഒരനുവാദവുമില്ല. അതെങ്ങനെ സംഭവിച്ചു? ഏത് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള വീഴ്ച പറ്റിയത്? പിന്നെ അത് തിരിച്ച് പ്ലേസ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അതിന്റെ അളവെടുത്തില്ല? ഇത്തരം വിഷയങ്ങളെല്ലാം കൃത്യമായി ചോദ്യചിഹ്നമായിട്ട് തന്നെയുണ്ട്. അത് അന്വേഷിക്കണം. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടില്ല. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഈ സ്ട്രോങ് റൂമിൽ തന്നെ ഇതുണ്ട്, അദ്ദേഹം പറഞ്ഞ കാണാതെ പോയി എന്ന് പറയുന്ന 2 താങ്ങുപീഠം സ്ട്രോങ് റൂമിലുണ്ട് എന്ന് വാശി പിടിച്ചു. അത് സ്ട്രോങ് റൂമിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും? അത് അദ്ദേഹം ഒരിക്കലും റീപ്ലേസ് ചെയ്ത് കൊടുത്തിട്ടില്ല. കൊണ്ടുവരുമ്പോൾ തന്നെ അളവ് പാകമാകാത്തതുകൊണ്ട് ഞാനത് ശരിയാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അത് ദേവസ്വം ബോർഡിന്റെ സ്വത്തല്ല, ശബരിമലയുടെ സ്വത്തല്ല, സമർപ്പണം നടന്നിട്ടില്ല. കൊണ്ടുപോയി വന്ന് രണ്ട് വിഷയവും രണ്ടും ഗൗരവമാണ്. ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഗൗരവമായിട്ടുള്ള വിഷയമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടക്കും, നിയമപരമായി നടപടി സ്വീകരിക്കും. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ്, അദ്ദേഹത്തിന്റെ സ്പോൺസർ ആരാണ്, എങ്ങനെ ഇദ്ദേഹം സ്പോൺസറായിട്ട് വന്നു, ഈ സാഹചര്യത്തിൽ ഇത്തരം വെളിപ്പെടുത്തൽ നടത്താൻ അദ്ദേഹത്തിന്റെ പിന്നിൽ പ്രത്യേക സ്പോൺസർ ഉണ്ടോ എന്നതാണ്. പക്ഷേ ഇവിടെ ചോദിച്ചു ഈ കമ്മ്യൂണിസ്റ്റ് ഭരിക്കുമ്പോൾ എന്ന് ഇപ്പൊ 1999 മുതലുള്ള കേസ് കൃത്യമായി അന്വേഷിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കൃത്യമായി നമുക്കറിയാം 2001 മുതൽ 2006 വരെ കേരളം ഭരിച്ചത് ആരാണ്, 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചത് ആരാണ്, എല്ലാം അന്വേഷിക്കട്ടെ. UDF ആയാലും LDF ആയാലും അന്വേഷിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഇത്തരത്തിൽ കുറവുകൾ വന്നിട്ടുണ്ടോ, തെറ്റ് വന്നിട്ടുണ്ടോ, നിയമവിരുദ്ധ പ്രവണത നടന്നിട്ടുണ്ടോ, അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും ദേവസ്വം ബോർഡ് സ്വീകരിക്കില്ല. ദേവസ്വം ബോർഡും ഗവൺമെന്റും ഇതിൽ തുറന്ന മനസ്സാണ്. പിന്നെ പിണറായി വിജയൻ പ്രതികരിച്ചില്ല. ഇത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ എല്ലാ ഘട്ടത്തിലും അത് പറയുന്ന. പക്ഷെ സഖാവ് പിണറായി വിജയൻ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കേണ്ടോണം കൃത്യമായി തന്നെ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിച്ച എല്ലാ വിഷയത്തിലും പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന സമയത്ത് വേണം, ഇങ്ങനെ വേണം, ഇപ്പോ രാഹുൽ ഗാന്ധിനെ വെടിവെക്കും എന്ന് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞു, അപ്പൊ തന്നെ പ്രതികരിക്കണം. ഇതൊക്കെ പ്രതികരിക്കേണ്ട ഒരു സമയമുണ്ട്. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. അതിശക്തമായ അന്വേഷണമായി പോകും. ഹൈക്കോടതി നിശ്ചയിച്ചിരിക്കുന്ന ജഡ്ജിക്ക് എല്ലാ പിന്തുണയും കൊടുക്കും. എല്ലാ തരത്തിലും രേഖകൾ പരിശോധിക്കാം, സ്ട്രോങ് പരിശോധിക്കാം. ശബരിമലയുടെ സ്വത്ത് പൊതു സ്വത്താണ്. അത് ഒരാൾക്കും ഒരംശം പോലും അടിച്ചെടുക്കാൻ അനുവാദമില്ല. എവിടെയാണോ ഉദ്യോഗസ്ഥന്മാർ തെറ്റുപറ്റിയിരിക്കുന്നത് അവർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കും, ഒരു സംശയം വേണ്ട. ശരി, അപ്പോഴും ശ്രീകുമാർ ചൂണ്ടിക്കാട്ടിയ ഒരു രാഷ്ട്രീയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. പിണറായി വിജയൻ അദ്ദേഹത്തിന് സാവകാശം കിട്ടുമ്പോൾ പ്രതികരിക്കട്ടെ. പക്ഷേ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനെ പിന്തുണച്ച NSS പ്രത്യേകിച്ച് ഈ ആഗോള സ്വർണ്ണക്കടത്ത് സംഗമം അവിടെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലപാട് പറയുമോ ഇല്ലയോ എന്നതാണ് ഇനി അറിയേണ്ടത്. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.